ഗൈസ്, അപ്പോൾ എനിക്കിന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയതേ അല്ല. എൻ്റെ അതുള്ള സ്റ്റിക്കറൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു കിച്ചനാണ് കേട്ടോ, കിച്ചൺ സെറ്റ്. അതിനകത്തുള്ള സംഭവങ്ങൾ, അതായത് ഈ നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ എന്താ സംഭവം എന്നൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എളുപ്പത്തിൽ മുറിക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ വരുന്നതൊരു സ്റ്റിക്ക് കണക്കത്തെ സംഭവം, സ്റ്റിക്ക് കണക്കത്തെ ഇതും പിന്നെ ഒരു പെട്ടിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ അകത്തുള്ള സംഭവം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് അല്ല, പച്ചക്കറി വെജിറ്റബിൾസും ഈ രണ്ട് ഇതാണ് ഞാൻ കാണിച്ചല്ലോ. അത് പിന്നെ ഒരു അടുക്കള, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും സംഭവം, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാം. പാത്രത്തിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ടപ്പോഴേ ഇതിനെനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതൊരു പെട്ടിക്കകത്താണല്ലോ വരുന്നത്. അപ്പം ഈ ആ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് ആ പെട്ടി കേട്ടോ. ഇത് എൻ്റെ അകത്ത് തന്നെ ഒരു സംഭവമുണ്ട്, ഇതിനെ ഇളക്കിയത്. ഇത് മണ്ടയിൽ എങ്ങോട്ടാണ് വെക്കുന്ന സംഭവമാണ് ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല. ഷെഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും മണ്ടയിലല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു, ബാക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാണേ. ഇതിൻ്റെ അകത്തൊരു ഹോളൊക്കെ ഉണ്ട്, രണ്ട് ഹോള് വന്നിട്ടുണ്ട്. അത് ഈ സംഭവം കണ്ട് അടുക്കളയല്ലേ, ഇതിൻ്റെ മണ്ടയിൽ വെക്കാനാണെങ്കിൽ ഫോട്ടോ കണ്ട് അങ്ങനെയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മൾ തൂക്കിയിടുന്നതെന്ന് തോന്നുന്നു, സ്പൂണും അതും ഇതൊക്കെ. അപ്പം നമുക്ക് ഇനി ഫുൾ സെറ്റ് ചെയ്തൊന്ന് കണ്ടുനോക്കാം. ഇതൊന്ന് പറയാൻ വിട്ടു കേട്ടോ, സോറി. അപ്പം നമ്മൾ ഈ പെട്ടി ഊരി എടുത്തില്ലേ, അത് ഇതിൻ്റെ മണ്ടേത് ഇവിടെ ഇങ്ങനെ ബാക്ക് പോർഷനിലായിട്ട് വെക്കാനും വേണ്ട. അപ്പം അത് നമ്മൾ ആണല്ലോ, ഇങ്ങനെ വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് ഷെഫ് ഞാൻ പറഞ്ഞ മണ്ടയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, എപ്പോഴേ തോന്നിയിട്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കി വരുന്നത് ഒരു കോക്കണൊക്കെ കൂക്ക് കിച്ചൺ എന്ന് പറഞ്ഞ എന്തൊരു സംഭവമാണ്. പിന്നെ ഒരു തുണി വരുന്നുണ്ട്. തുണി മിക്കവാറും ഇത് തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. ഇവിടെ ഈ ഒരു 2 ഹോളുണ്ട്, നമുക്കിനി അടച്ചു വെക്കാം. ഇതിങ്ങനെ ഡിസൈനിങ്ങിന് വേണ്ടി കൊടുക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഇത് പിന്നെ തുണി വെക്കുന്നത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ, മീഷോയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ബൈ.